നല്ലൊരു അടിപൊളി ഡിഷുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഐറ്റമാണ്, വളരെ ടേസ്റ്റിയാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. മസ്റ്റ് ട്രൈ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അപ്പോൾ കുക്കിങ്ങിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് 2 സവാളയാണ്, നല്ല കുനുകുനാ അരിഞ്ഞ സവാളയാണ്. 2 വലിയ സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3 ഉരുളക്കിഴങ്ങ്, വലിയ സൈസ് തന്നെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ചിട്ട് എടുക്കാം, അവരവരുടെ ഇഷ്ടമാണ്. ഇഷ്ടമുള്ള കുറേ വേണമെങ്കിൽ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ എടുക്കേണ്ടി വരും. അപ്പം ഞാൻ 4 മുട്ടയും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിച്ചപ്പ് കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഒരു 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ള ജീരകമാണ്, അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ടേസ്റ്റ് പറ്റാത്തവരാണെങ്കിൽ ഇടണമെന്നില്ല. പിന്നെ നമ്മുടെ പൊടി ഐറ്റംസ് ആണ്, മുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും. അപ്പം പാത്രം വെച്ച് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിൽ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് മൂത്ത് വരണം, കുറച്ചൊന്ന് മൂത്തൊരു സ്മെല്ല് വരും. കുറച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലോട്ട് നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പച്ചമുളകൊന്ന് വാടി വരുമ്പോൾ നമുക്കതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അരിഞ്ഞു വെച്ച സവാള നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തന്നെ ഉപ്പും കൂടി മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. സവാള നല്ല രീതിയിലൊന്ന് വാടി വരുന്നത് വരെ മിക്സ് ചെയ്യണം. ഏകദേശം വാടി വന്നിട്ടുണ്ട്. നമ്മുടെ പൊടികളൊക്കെ അതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം നല്ല രീതിയിൽ വീണ്ടും ആ പച്ചമണം മാറുന്നത് വരെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് സവാളയായിട്ടത് സെറ്റാകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ സവാള നല്ല രീതിയിൽ വാടിയിട്ടുണ്ട്, പച്ചമണമൊക്കെ മാറി നല്ലൊരു ടെക്സ്ചറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ആറാനായിട്ട് വെക്കാം. അതിനുശേഷം നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ വേവിച്ച് തോലൊക്കെ കളഞ്ഞ് അതിനെ ഒന്ന് ഉടച്ചെടുക്കണം. നല്ല രീതിയിൽ സ്പൂൺ വെച്ചൊന്ന് ഉടക്കുക. ഇത് നല്ല രീതിയിൽ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മസാല അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആ ഉരുളക്കിഴങ്ങും ആ മസാലയും കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യുക. സ്പൂൺ കൊണ്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുന്നതാണ് കേട്ടോ. സ്പൂൺ കൊണ്ട് എന്തായാലും പെർഫെക്ഷനിൽ കിട്ടൂല. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പ് നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ ആ ടെക്സ്ചറൊക്കെ ഉരുളക്കിഴങ്ങായിട്ടൊന്ന് സെറ്റായി വരണം. എന്നാൽ മാത്രമേ ആ ഒരു ടേസ്റ്റ്, നമ്മുടെ മസാലൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഏകദേശമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഒരു മുട്ട എടുത്തിട്ട് 4 പീസാക്കിയിട്ട് ആ രീതിയിലാണ് വെക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ വേണം കട്ട് ചെയ്യാനായിട്ട്, മറ്റേ രീതിയിൽ കട്ട് ചെയ്യരുത്, അത് നമുക്ക് വെക്കാൻ പറ്റില്ല. നമ്മൾ വിചാരിച്ച നീളത്തിലുള്ള ആ ഒരു ഷേപ്പിൽ കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ കട്ട് ചെയ്യണം. അപ്പം നമുക്കിനി നമ്മുടെ മെയിൻ പണിയിലേക്ക് കടക്കാം. അതായത് നമ്മുടെ സംഭവം നമുക്ക് സെറ്റ് ചെയ്യാം. അതിനായിട്ട് കയ്യിലൊരു വശം കുറച്ചെടുത്തതിന് ശേഷം റൗണ്ടായി പരത്തിയിട്ട് ഇതുപോലെ വെച്ച് നല്ല രീതിയിൽ മുട്ട അതിനകത്ത് വെച്ച്, പുറത്ത് മുട്ട ആവരുത് കേട്ടോ. പുറത്ത് കണ്ട എണ്ണ പൊട്ടിത്തെറിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മുട്ട പുറത്ത് കാണാത്ത രീതിയിൽ ഫുൾ അടച്ച് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഉരുട്ടിയെടുക്കുക. നമ്മൾ ഉന്നക്കായ്ക്കൊക്കെ ഉരുട്ടുമല്ലോ, അതുപോലെ ആ ഒരു രീതിയിൽ ഉരുട്ടിയെടുത്താൽ മതി. കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ വിട്ട് വരില്ല. നമ്മുടെ ഉള്ളിലത്തെ ഫില്ലിങ്സ് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇങ്ങനെ എല്ലാം നമുക്ക് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ എല്ലാം അങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, എല്ലാം റെഡി ആയിട്ടുണ്ട്. അടുത്ത പരിപാടി ബ്രെഡ് ക്രംസ് ആണ്. ബ്രെഡും റസ്കും കൂടി മിക്സ് ചെയ്ത് പൊടിച്ച് വെച്ചേക്കുവാണ്. ബ്രെഡ് മാത്രമായ ഒരു സോഫ്റ്റ് പോലെ തോന്നും, അതുകൊണ്ട് ഞാൻ റസ്ക് കൂടി എക്സ്ട്രാ ചേർത്തിട്ട് അങ്ങനെ മിക്സ് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ മുട്ടയ്ക്ക് പകരം കോൺഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മുട്ട വേണമെങ്കിൽ മുട്ട എടുക്കാം. കോൺഫ്ലവർ ആകുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ.
കോൺഫ്ലവർ ഉണ്ടെങ്കിൽ ബെസ്റ്റ് ചോയ്സ് കോൺഫ്ലവർ ആണ് കേട്ടോ. നല്ല രീതിയിൽ ക്രിസ്പി ആയിട്ട് വരും. മുട്ടയേക്കാൾ ഒരുപടി മുമ്പിൽ തന്നെയാണ്. ഇനിയിപ്പം കോൺഫ്ലവർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുട്ട യൂസ് ചെയ്യാം. കോൺഫ്ലവർ കുറച്ച് ലൂസാക്കിയിട്ട് അതിനകത്ത് കുറച്ച് കുരുമുളക് പൊടിയിട്ട് ആഡ് ചെയ്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തതാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് കോട്ട മിക്സ് ചെയ്യുന്നതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അതുകൊണ്ട് തന്നെ ആ ക്ലിപ്സൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടോ. ഫസ്റ്റ് കോൺഫ്ലവറിൽ മിക്സ് ചെയ്തതിന് ശേഷം സെക്കൻഡ് ബ്രെഡ് ക്രംസിൽ മുക്കി വെച്ചേക്കുന്നതാണ്. ഞാൻ രണ്ടാമത് രണ്ടും ബാക്കി വന്നപ്പോൾ എക്സ്ട്രാ ഒന്നുകൂടി അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ ഒരു ക്രിസ്പായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഫസ്റ്റ് നമ്മുടെ കോൺഫ്ലവറിൻ്റെ ആ ഒരു ടെക്സ്ചറിന് ശേഷം ബ്രെഡ് ക്രംസിൽ മുക്കുക. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ചെടുക്കുന്ന പരിപാടിയിലേക്ക് കടക്കാം. പൊരിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് നല്ല രീതിയിൽ എണ്ണ ചൂടായതിനു ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ബ്രെഡ് ക്രംസും റസ്ക് പൊടിയൊക്കെയാണ് നല്ല രീതിയിൽ എണ്ണ കുടിക്കാനുള്ള സാധ്യതയുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കുന്നതാണ് നല്ലത്. ഫ്രൈ ഐറ്റംസ് എന്തുണ്ടാക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഫയർ വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഒരു ഭാഗം ഒന്ന് ബ്രൗണായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ മെല്ലെ അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തു. നല്ല രീതിയിൽ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്, പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം എൻ്റെ ക്രിസ്പി കട്ട്ലൈറ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി അത് മെല്ലനെ കോരി ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് മാറ്റണം. രണ്ടാമതും ഞാൻ ഇട്ടു കേട്ടോ. നിങ്ങൾക്ക് വലിയ പാത്രമാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ കുറച്ചായിട്ട് അങ്ങനെയാണ് എടുത്തത്. അപ്പം ഞാൻ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, എന്ത് നല്ല, കാണുമ്പോൾ തന്നെ അറിയാം അത് എന്തുമാത്രം ക്രിസ്പിയാണെന്ന്. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഈ കോൺഫ്ലവറിൻ്റെ മിക്സ് തന്നെയാണ് കേട്ടോ അതിന് കാരണം. അത് പൊട്ടിച്ച് നോക്കുമ്പോൾ ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമെ നല്ല ക്രിസ്പി ആയിട്ട് നല്ലൊരു ടീ സ്നാക്കാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. വൈകുന്നേര സമയത്ത് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല പറ്റിയ ഒരു സ്നാക്കാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാനും സാധിക്കും. കൂടെ ടൊമാറ്റോ കെച്ചപ്പോ മയോണൈസൊക്കെ കൂട്ടി ചേർത്ത് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. Thank you for watching. Bye.